എല്ലാവർക്കും മാരിയറ്റ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മുട്ട വെച്ചിട്ട് ടീ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതുപോലെ ഒരു ചില്ല് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ഗ്ലാസ് തൈര് ഇട്ട് കൊടുക്കാം. അപ്പോൾ മെഷർമെൻ്റ് എല്ലാം എടുക്കുമ്പോൾ ഒരേ വലിപ്പമുള്ള അതേ ഗ്ലാസ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിതിലേക്ക് 1/4 ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടകളുള്ള തൈര് തന്നെയാണ്. തൈര് ഉടച്ചെടുത്തിട്ടൊന്നുമില്ല, നേരിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 1/2 ഗ്ലാസ്, ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെൻ്റ് ആ ചില്ല് ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് സ്മെല്ലില്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ, ഇതിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കറക്റ്റ് 1/2 ഗ്ലാസ്, ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആണ്. 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ടീ കേക്കിന് എപ്പോഴും പൈനാപ്പിൾ എസൻസ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വാനില എസൻസോ ഏലക്കയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അത് ഏകദേശം മിക്സായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ കയ്യിൽ വെച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ചില്ല് ഗ്ലാസ്സിൽ തന്നെ ആദ്യം 1 ഗ്ലാസ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 2ാമത്തെ ഗ്ലാസ്. അങ്ങനെ ഈ ചില്ല് ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ്സാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഏകദേശം 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈര് ഇതിലുള്ളത് കൊണ്ട് തന്നെ ബേക്കിംഗ് സോഡയായിട്ട് അത് ആക്ട് ചെയ്തിട്ട് കേക്ക് നന്നായി പൊന്തി വരാനായിട്ട് സഹായിക്കും. ബേക്കിംഗ് സോഡയും മൈദപ്പൊടിയും കൂടെ ആ പാത്രത്തിൽ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്ത് ബേക്കിംഗ് സോഡ പൊടിയുടെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം കുറേശ്ശെയായിട്ട് അതിൽ നിന്ന് എടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കട്ടകൾ കെട്ടാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഒരേ സൈഡിലേക്ക്. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിൽ അടിഭാഗത്ത് ഇതുപോലെ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 1/2 ഗ്ലാസ് പൗഡറാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും മാവ് കറക്റ്റായിട്ട് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ബാറ്റർ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാത്രം ഇതുപോലെ ഒരു 3-4 തവണ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് അങ്ങനെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലൊരു കുക്കറിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കർ 5 മിനിറ്റ് നേരം നന്നായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇതുപോലൊരു പോണി കമഴ്ത്തി വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ ടിന്ന് ഇറക്കി വെച്ചിട്ട് കുക്കറിൻ്റെ വിസിൽ മാറ്റി വെച്ചതിന് ശേഷം മൂടി വെച്ച് ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ 30-35 മിനിറ്റോട് കൂടെ തന്നെ നമ്മുടെ കേക്ക് നന്നായി പൊന്തി ബേക്കായിട്ട് വരും.
നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒരു ഈർക്കിളി വെച്ചിട്ട് നടുഭാഗത്ത് കറക്റ്റായിട്ട് കുത്തി നോക്കുമ്പോൾ ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് നന്നായി ബേക്കായിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള കേക്കാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ പൈനാപ്പിളിൻ്റെ എസൻസാണ് നമ്മളിത് ആഡ് ചെയ്തേക്കണത് കൊണ്ട് ടീ കേക്കിൻ്റെ കറക്റ്റായിട്ടുള്ള നല്ലൊരു സ്മെല്ലും വളരെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അതുകൊണ്ട് ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം.